കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ് ഓൾ, നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നോക്കാൻ പോകുന്നത് ഇഗ്നോ ഫോക്കസ് 6.0യുടെ ഭാഗമായി ലേൺവൈസ് കണ്ടക്ട് ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. അതിൽ ഇന്ന് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത് ECO 07 അതായത് എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പേപ്പറാണ്. BBAയുടെ പേപ്പറാണ് ECO 07 എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, അത്യാവശ്യം കുറച്ച് പ്രോബ്ലംസും എല്ലാം വരുന്ന ഒരു കുഴപ്പമില്ലാത്ത നോർമൽ പേപ്പറാണ് ഈ ഒരു ECO 07 എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഓൾറെഡി പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസും കാര്യങ്ങളും ഇഗ്നോ ഫോക്കസ് 5 വരെ കണ്ടവരാണെങ്കിൽ അറിയാം. നിങ്ങളുടെ ഇത്രയും നാളും അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസും നമ്മുടെ ഒരു പാറ്റേൺസും കാര്യങ്ങളും എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യുന്ന സെഷനാണ് വരുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു സെഷനകത്ത് നമ്മൾ എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മെയിൻ ആയിട്ടുള്ള TE പ്രിപ്പറേഷന് വേണമെന്ന നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മളുടെ ടേം ആൻഡ് എക്സാമിനേഷൻ പേപ്പേഴ്സും അതേപോലെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് കറന്റ് അവൈലബിൾ ആയിട്ടുള്ളതുണ്ടല്ലോ കുറച്ച്. അപ്പൊ അതിന്റെ ബേസിസിലുള്ള ഒരു അനാലിസിസും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാം പാറ്റേൺ, ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ സംബന്ധിച്ച് എന്ത് എക്സാം പാറ്റേൺ ആണ്, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഹൈ യീൽഡ് സിലബസ് മാപ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹൈ യീൽഡ് ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഹൈ പ്രോബിലിറ്റി വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്, പോർഷൻസ് ഏതാണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് പ്രാക്ടീസ് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു 2 സെറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആൻസർ റൈറ്റിംഗിന്റെ ടൂൾ കിറ്റും തരുന്നുണ്ട്. പ്രത്യേകിച്ച് അതിന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങളുടെ ആപ്പിൽ, അതായത് ലേൺവൈസിന്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ ആപ്പിൽ അത് ആൻസേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ടും അവൈലബിൾ ആകും. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു സെഷനകത്ത് വരുന്നത്. നമ്മൾ ടെൻഷൻ ആകാതെ, അതായത് ഇപ്പൊ കറന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ലാസ്റ്റ് ടൈമിലെ പഠിത്തമാണ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നമ്മൾ പല രീതിയിൽ ടെൻഷൻ ആണെങ്കിൽ നമ്മൾ അത് ടെൻഷനൊക്കെ മാറ്റി വെച്ച് സ്റ്റേ കാം, സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് കൂളായിട്ട് പ്രിപ്പറേഷൻസ് കറക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കും കേട്ടോ. അധികം പാനിക് ആകാതെ കൂളായിട്ട് ഇരുന്ന ജസ്റ്റ് റിലാക്സ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എടുക്കാവുന്നതേ ഉള്ളൂ. യാതൊരു ഇഷ്യൂ ഒന്നും ഇല്ലാത്ത പേപ്പറാണ്. അപ്പൊ നമുക്ക് നോക്കാം നെക്സ്റ്റ് എന്താ വരുന്നതെന്ന്. പ്രത്യേകിച്ച് ഇതും കൊണ്ട് മെയിനായിട്ട് എന്താണ്, അല്ലെങ്കിൽ ഇതിനകത്ത് എന്താണ് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിന്റെ ഉപയോഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ളൊരു പാത്വേ, നിങ്ങൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു പാത്വേ മെയിനായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ എതിർക്കുമ്പോൾ ഒരു 3 ടൈപ്പ് പാത്ത് നമുക്ക് പറയാൻ പറ്റും. പാത്ത് 1 എന്ന് പറയുന്നത് ദ ലാസ്റ്റ് വീക്ക് സ്പ്രിന്റ്, അതായത് നമ്മളുടെ എക്സാമിനോട് അടുത്ത്, നമ്മൾക്ക് തൊട്ടടുത്ത ദിവസം എക്സാം ആണെങ്കിൽ ആ ലാസ്റ്റ് ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെ പഠിക്കണം എന്നതാണ് മെയിനായിട്ട് പാത്ത് 1 സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് ഇനി അധികം ദിവസങ്ങളില്ല, അധികം സമയമില്ലാത്ത ഒരു സമയത്ത് എങ്ങനെ ആ ഒരു പേപ്പർ ക്ലിയർ ആയിട്ട് സേഫ് ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഹൈ യീൽഡ് മാപ്പ്, അതായത് നമ്മളുടെ ഇതിനകത്തൊരു ഹൈ യീൽഡ് മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പോർഷൻസ് വരുന്ന കുറച്ച് യൂണിറ്റ്സും പോർഷൻസും കാണത്തില്ലേ, ടോപ്പിക്സും കാണത്തില്ല, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് അത് മസ്റ്റായിട്ട് ഇത് അതിനകത്ത് അറ്റൻഷൻ ലോക്ക് ചെയ്യാൻ അതാ പറഞ്ഞിരിക്കുന്നത്. കൂടുതലായിട്ട് അതിനകത്ത് ഫോക്കസ് ചെയ്ത് ആ ഒരു പോർഷൻസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അതിനകത്ത് പ്രത്യേകിച്ച് യൂണിറ്റ്സിന്റെ ഒരു നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. 1, 2, 5, 6, 8, 9, 10, 15, 16. ഇത് ഇത്രയും യൂണിറ്റ്സ്, നമുക്ക് ഇഷ്ടംപോലെ യൂണിറ്റ്സ് ഉണ്ട്. അതിൽ നിന്ന് ഈ ഒരു പറഞ്ഞിരിക്കുന്ന യൂണിറ്റ്സ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങൾ കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക. അതിൽ നിന്ന് ഉറപ്പായിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോർഷൻസ് ആണ്. പിന്നെ അതേപോലെ തന്നെ അത് എല്ലാ
ഇപ്പൊ ഈ കഴിഞ്ഞ എക്സാംസിലെല്ലാം തന്നെ ഈ പോർഷൻസിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് പോർഷൻസ് ചോദിക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം ഈ ഒരു ലാസ്റ്റ് മിനിറ്റ്. ഇനി അല്ല, നമുക്ക് ഒരു 2 വീക്സ് നമ്മുടെ മുന്നിൽ ഉണ്ട്, എക്സാമിന് ഒരു 2 വീക്സും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഇച്ചിരൂടെ പഠിക്കുമ്പോൾ ഇച്ചിരൂടെ നമുക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസ് കൂടുക. അപ്പം മറ്റേത് നമുക്ക് ജസ്റ്റ് ഏകദേശം റിപ്പീറ്റഡ് പോർഷൻസും അല്ലെങ്കിൽ അതൊക്കെ വെച്ച് നോക്കിയെങ്കിൽ ഇച്ചിരൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് പോർഷൻസിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാം. ജസ്റ്റ് പാസ് എന്നല്ല, ഇച്ചിരൂടെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പൊ അതിനകത്ത് പറയുന്നത് ഏകദേശം എല്ലാ യൂണിറ്റ്സും കാര്യങ്ങളും ഒരു 3-4 ദിവസം കൊണ്ട് എന്ത് ചെയ്യുക, എല്ലാ യൂണിറ്റ്സും ഒന്ന് ഏകദേശം കവർ ചെയ്യുക. പ്രത്യേകിച്ച് ഹൈയിലുള്ള യൂണിറ്റ്സ് ഒന്ന് കവർ ചെയ്ത് ആക്ടിവേറ്റഡ് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ പ്രോബ്ലംസ് ഉള്ളത് അല്ലെങ്കിൽ ഇല്യൂസ്ട്രേഷൻസ് ഉള്ളത് ഒന്ന് സോൾവ് ചെയ്ത് കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരൂടെ സ്കോർ ചെയ്യാൻ പറ്റും അല്ലെ. ഇനി അല്ല, ഇനി വേറൊരു പാത്ത് എന്ന് പറയുന്നത് പാർട്ട് 3. അതായത് നമ്മളുടെ മുന്നിൽ ഇഷ്ടംപോലെ സമയമുണ്ട്, അല്ലെങ്കിൽ ഒരു ഫുൾ മാസ്റ്ററി പ്ലാൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതാണ് പാർട്ട് 3 എന്ന് പറയുന്നത്. അതായത് നമുക്ക് ജസ്റ്റ് എങ്ങനെയെങ്കിലും തട്ടിക്കുട്ടി ജയിക്കുക എന്ന് മാത്രമല്ല, ഒരു നല്ലൊരു പെർമനന്റ് ഗ്രിപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു നല്ല ഡിസ്ക്രിപ്റ്റീവ് ഒരു നോളജ് ഉണ്ടാക്കാൻ വേണ്ടി കാര്യങ്ങൾ മനസ്സിലാക്കി പോകാൻ വേണ്ടി പറ്റുന്നതാണ് ഫുൾ മാസ്റ്ററി പ്ലാൻ എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് എന്താണ്, സപ്പോസ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വീക്ക് 1 ആദ്യത്തെ ആഴ്ചയിൽ എന്ത് ചെയ്യാം, നമുക്ക് ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2 ഫുൾ ആയിട്ട് വായിച്ച് അതിന്റെ ഓരോ പേജിന്റെ സമ്മറി പ്രിപ്പയർ ചെയ്ത് ഇലുസ്ട്രേഷൻസ് എല്ലാം തന്നെ SLF ഉള്ളതും ബാക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന എല്ലാം തന്നെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ എങ്കിൽ അത് ഫുൾ മാസ്റ്ററി പ്ലാൻ. അല്ലെങ്കിൽ അതിനുള്ള ടൈം നമുക്ക് ഉണ്ടെങ്കിൽ അത് ഫുൾ മാസ്റ്ററി പ്ലാൻ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇനി അല്ല, ടൈമില്ല, 2 ആഴ്ചത്തെ ഉള്ളെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ഇമ്പോർട്ടന്റ് പോർഷൻസിൽ ഫോക്കസ് ചെയ്ത് അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇനി അതുമല്ല, കുറച്ച് ദിവസം കൂടെ അല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ ഉള്ളെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് കവർ ചെയ്ത് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് ഓവറോൾ ഒന്ന് നോക്കി എങ്ങനെയും ജയിക്കണം, പാസ്സാകാനുള്ള എങ്ങനെയും കിട്ടുന്ന രീതിയിൽ അങ്ങനെ നമുക്ക് വേണേലും നോക്കാൻ പറ്റും. അപ്പം നമ്മൾക്ക് കറന്റ് ഇപ്പൊ നടക്കുന്ന സിറ്റുവേഷൻ എന്താണോ, നിങ്ങളിപ്പോ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഏത് ഡേയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് നോക്കിയിട്ട് അതനുസരിച്ചുള്ള നിങ്ങളുടെ പാത്ത് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാം പാറ്റേൺസും ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചറുമാണ്. അതായത് ഓരോ ഇപ്പൊ നമ്മൾ സെം 1 ആണ്, സെം 2 ആണ്, സെം 3 ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ സബ്ജക്റ്റുകൾക്കും ഓരോ എക്സാം പാറ്റേൺസ് അല്ലെ. ചില ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും ചോദിക്കുന്നത്, പ്രോബ്ലംസ് മാത്രം ചോദിക്കുന്നുണ്ട്, പ്രോബ്ലംസും ഡിസ്ക്രിപ്റ്റീവ് ഒരുമിച്ച് ചോദിക്കും, എസ്ഐ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ഷോർട്ട് നോട്ട്സ് ചോദിക്കുന്നുണ്ട്, അങ്ങനെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതില് നമ്മുടെ ECO 07 വെച്ചിട്ട് എന്താണ് എക്സാം പാറ്റേൺ, ശരിക്കുമുള്ള എക്സാം പാറ്റേൺ ഏത് രീതിയിലാണ് നിലവിൽ ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്, അതിന്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളുമാണ് ഏകദേശം നോക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മുടെ എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന് 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ബാക്കി എല്ലാ പേപ്പേഴ്സും ഒരു ഏകദേശം നമ്മുടെ മുന്നിലുള്ളത് എന്താണ്, 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അല്ലെ. ഇതിന് നമുക്ക് എന്താണ് 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതിന് 2 മണിക്കൂറായിരിക്കും ഡ്യൂറേഷൻ വരുന്നത്. നോർമൽ മറ്റേതിന് 3 hours വരുമ്പോൾ 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 hours ആണ് എക്സാം ടൈം വരുന്നത്. യൂഷ്വലി കണ്ടുവരുന്ന ഒരു നേച്ചർ എന്ന് പറയുന്ന ഒരു 8 ക്വസ്റ്റ്യൻസ് കാണും. അതിനകത്തുനിന്ന് ആൻസർ എനി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസും ഒക്കെ വെച്ചിട്ടാണ് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. 10 മാർക്ക് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ചോദിച്ചും കാണുന്നത്. അപ്പം ഏകദേശം അല്ലാതെ 20 മാർക്കിന്റെ വലിയ എസ്എ ടൈപ്പ് അല്ല, അതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സാധാരണ ചോദിച്ചു കാണുന്നത്. അപ്പം ആ രീതിയിൽ ഫോക്കസ് ചെയ്യണം. അതിനകത്ത് മെയിൻ ആയിട്ട് കീ ഒബ്സർവേഷൻ നമുക്ക് പറയാൻ പറ്റുന്നത് ഡിസംബർ 2021 തൊട്ട് നിലവിലുള്ള ഒരു പേപ്പർ അല്ലെങ്കിൽ അന്നത്തെ മുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് യൂണിവേഴ്സിറ്റി സൈറ്റിൽ. അപ്പൊ അതിന്റെ ഒരു ബേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒരു സിംഗിൾ അല്ലെങ്കിൽ സ്റ്റേബിൾ പാറ്റേൺ സാധാരണ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഈ ഒരു ECO 07 എന്ന് പറയുന്നത്. അതായത് സാധാരണ ഒരു 8 ക്വസ്റ്റ്യൻ ചോദിക്കും, അതിനകത്തുനിന്ന് ആൻസർ ഇനി 5 എന്ന് പറയും, എല്ലാത്തിനും 10 മാർക്ക് വെച്ചിട്ട് 50 മാർക്ക് എന്ന രീതിയിലാണ് നോർമൽ ഒരു പാറ്റേൺ സാധാരണ വരുന്നത്. 8 ക്വസ്റ്റ്യൻസിൽ നിന്ന് ആൻസർ ഇനി 5, ഓരോന്നിനും 10 മാർക്ക് വെച്ചിട്ട് ഈ ഒരു നേച്ചറാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ ജൂൺ 2021 മാത്രം ഒരു എക്സെപ്ഷൻ കേസ് വന്നായിരുന്നു. ഒരു 3 സെക്ഷൻ ആയിട്ട്, അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ട്രൂ ഓർ ഫോൾസ്, ഡിസ്ക്രിപ്റ്റീവ്, ഡിസ്റ്റിങ്ക്യൂഷൻ, അങ്ങനെ നമ്മൾ നോർമൽ പണ്ടൊക്കെ ക്വസ്റ്റ്യൻസ് കാണുന്ന പോലത്തെ രീതിയിൽ പാറ്റേൺസിലൊക്കെ ചോദിച്ചിരുന്നു ജൂൺ 2021 മാത്രം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഡിസംബർ തൊട്ട് നിലവിൽ ഇപ്പം ഡിസംബർ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത് 8 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനകത്തുനിന്ന് ആൻസർ ഇനി 5 എന്നുള്ള നേച്ചറാണ്. അപ്പൊ നിങ്ങൾ അത് തന്നെ എക്സ്പെക്ട് ചെയ്ത് പോവുക. ദെൻ റഫ്ലി
2 to 3 ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ എന്താണ് ഒരു ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ പ്രോബ്ലം ആയിട്ട് അല്ലെങ്കിൽ പ്യുവർ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചു കാണുന്നത്. അതായത് മെയിൻ ആയിട്ട് നമ്മുടെ മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, സ്ക്യൂനെസ്, ഈ ഒരു പോർഷനിൽ നിന്നാണ് സാധാരണ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നത്. അതൊരു 2 ക്വസ്റ്റ്യൻ പ്യുവർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് തിയറി മിക്സ് ചെയ്യാതെ ഈ പ്രോബ്ലം മാത്രമായിട്ട് ഒരു 2 ക്വസ്റ്റ്യൻ എന്താണേലും ചോദിച്ചു കാണാറുണ്ട്. അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ കൺസിഡർലി ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ, അതായത് ഡിഫറൻസോ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്താണ് സാധാരണ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും കാണിക്കാറുണ്ട് അല്ലെങ്കിൽ വരാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതിന് വരുമ്പം സാധാരണ വരുന്നൊരു മാർക്ക് സിസ്റ്റം എന്ന് പറയുന്നത് 5+5, അതായത് ഷോർട്ട് നോട്ട്സ് ഉണ്ടെങ്കിൽ 2 എണ്ണത്തിന്റെ ഷോർട്ട് നോട്ട്സ് എഴുതാം. 5 മാർക്കിന്റെ വെച്ചിട്ട് 2 ഷോർട്ട് നോട്ട്സ് എഴുതാനായിരിക്കും സാധാരണ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഒരു 5 മാർക്കിന്റെ വെച്ചിട്ട് വരുന്ന രീതിയിലുള്ള, അതായത് 2 ഐറ്റത്തിനെ കുറിച്ചായിരിക്കുമല്ലോ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനോ ഡിഫറൻസോ ചോദിക്കുക. അപ്പം 2നും 5 മാർക്ക് വെച്ച് എന്ന രീതിയിലായിരിക്കും നോർമലി വരാൻ ചാൻസ് അല്ലെങ്കിൽ വന്ന് ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പൊ ആ ഒരു എക്സാം പാറ്റേൺ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി പോവുക. അതിനകത്ത് മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ്, അതായത് 35% ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഫംഗ്ഷൻസ് എന്ന രീതിയിലുള്ള തിയറി ക്വസ്റ്റ്യൻ, ലോങ് തിയറി ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ 30% ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ, മുമ്പേ പറഞ്ഞ പോലെ തന്നെ മീൻ, മീഡിയൻ അല്ലെങ്കിൽ സ്ക്യൂനെസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന പോർഷനിൽ നിന്നും ബാക്കി 15% വെച്ച് ഷോർട്ട് നോട്ട്സും ഡിസ്റ്റിങ്വിഷ് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡയഗ്രാം അല്ലെങ്കിൽ ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻസും 15% ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കുറവ് ചോദിച്ചു കാണുന്നത് സാമ്പിളിംഗ് അല്ലെങ്കിൽ സർവേ മെത്തേഡ്സ് ഒക്കെ ഇല്ലേ, അതിൽ നിന്ന് ഒരു 5% ക്വസ്റ്റ്യൻസ് നിലവിൽ ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കാണുന്നത്. അപ്പം ഇതിന്റെയൊക്കെ ബേസിൽ അങ്ങനെയാണ് എങ്കിൽ, ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ ഹൈ yield സിലബസ് അല്ലെങ്കിൽ ഹൈ yield ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അതായത് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണ്. ഇതിന് നമുക്ക് ഒരു 3 ടയർ 3 ടയർ എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഹൈ yield, മീഡിയം yield, ലോ yield, അതായത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം അപ്പിയർ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ ഹൈ yield എന്നും, അതായത് പാസ്സാകാൻ നമ്മൾ മസ്റ്റായിട്ട് നോക്കിയിട്ട് പോകേണ്ട കാര്യം ക്രിട്ടിക്കൽ ഫോർ പാസിംഗ് എന്ന രീതിയിൽ ഹൈ yield. ദെൻ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് പോകേണ്ടത് മീഡിയം yield. അതേപോലെ തന്നെ ജസ്റ്റ് അധികം ചോദിച്ചിട്ടില്ല പക്ഷെ അവിടെ ഇവിടെയായിട്ട് 1-2 പ്രാവശ്യം മാത്രമായിട്ട് ചോദിച്ചു കാണുന്ന ടോപ്പിക്സിനെ ലോ yield, അങ്ങനെ 3 രീതിയിലാണ് തിരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അതിനെ ആ ഒരു ടോപ്പിക് വൈസ് നോക്കാം, അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് ഏതൊക്കെ ടോപ്പിക്കാണ് ഹൈ yield, ലോ yield, മീഡിയം yield എന്ന് നോക്കാം. ബ്ലോക്ക് 1 യൂണിറ്റ് 1 മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അത് ഹൈ yield രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ദെൻ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 2 ഓർഗനൈസിംഗ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ 9 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹൈ yield ആണ്. നമ്മുടെ ലാസ്റ്റ് എക്സാം ഡിസംബർ 2025 പോലും ചോദിച്ച ചോദ്യമാണ്. അതേപോലെ തന്നെ യൂണിറ്റ് 3 ആക്യുറസി, അപ്രോക്സിമേഷൻ ആൻഡ് എറേഴ്സ്, അതും ഡിസംബറിൽ ഈ ഒരു 2025 ചോദിച്ചതാണ്. അത് ഒരു മീഡിയം റേഞ്ച് ആണ്. 6 പ്രാവശ്യമേ നിലവിൽ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. ദെൻ യൂണിറ്റ് 4 റേഷ്യോസ്, പെർസെന്റേജ് ആൻഡ് റേറ്റ്സ് 6 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. മീഡിയം കാറ്റഗറി ആണ്. ദെൻ ബ്ലോക്ക് 2 വന്നു കഴിഞ്ഞാൽ യൂണിറ്റ് 5 കളക്ഷൻ ഓഫ് ഡാറ്റ 10 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. അത് ഹൈലി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാറ്റഗറിയിൽ നമുക്ക് പറയാൻ പറ്റും. ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ സൈതം ചോദിച്ചിട്ടുണ്ടാണ് കളക്ഷൻ ഓഫ് ഡാറ്റ, അത് ഓർത്തിരിക്കുക, കളക്ഷൻ ഓഫ് ഡാറ്റ. ദെൻ യൂണിറ്റ് 6 ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, അതും ഹൈ yield ടോപ്പിക് തന്നെയാണ്. ഡാറ്റയുടെ കളക്ഷനും ക്ലാസിഫിക്കേഷനും രണ്ടും ഓർത്തിരിക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ യൂണിറ്റ് 7 ടാബുലർ പ്രസന്റേഷൻ, അത് 6 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്. മീഡിയം കാറ്റഗറി ആണ്. യൂണിറ്റ് 8 ഡയഗ്രാമാറ്റിക് പ്രസന്റേഷൻ 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹൈ yield ടോപ്പിക് ആണ്. യൂണിറ്റ് 9 ഗ്രാഫിക് പ്രസന്റേഷൻ 9 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹൈ yield ടോപ്പിക് ആണ്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 10 കൺസെപ്റ്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് മീൻ 9 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹൈ yield ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 11 മീഡിയൻ 3 പ്രാവശ്യമേ ചോദിച്ചു ഇതുവരെ കണ്ടിട്ടുള്ളൂ നിലവിൽ ഇതുവരെയുള്ള ക്വസ്റ്റ്യനകത്ത്. അത് കഴിഞ്ഞ ജൂൺ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് മീഡിയനിൽ നിന്ന് ക്വസ്റ്റ്യൻ. അത് നമുക്കൊരു ലോ കാറ്റഗറിയിൽ പറയാൻ പറ്റും. അധികം റിപ്പീറ്റ് ചെയ്തിട്ടില്ല പക്ഷെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ മോഡിൽ നിന്നും യൂണിറ്റ് 12 മോഡ് എന്താണ് 2 പ്രാവശ്യമാണ് നിലവിൽ ഇതുവരെ ചോദിച്ചു കാണുന്നത്. കഴിഞ്ഞ വർഷത്തെ 2 സൈക്കിളിലും ചോദിച്ചിട്ടില്ല. അതിന് മുമ്പായിട്ട് 2024 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. യൂണിറ്റ് 13 ജോമെട്രിക്
ഹാർമോണിക് ആൻഡ് മൂവിങ് ആവറേജസ് അത് 3 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 14 മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ അതിലെ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ഇതൊക്കെ ആണെങ്കിലും 2 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ. അപ്പം ഈ മീഡിയം തൊട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ വരെ, അതായത് യൂണിറ്റ് 11 തൊട്ട് 14 വരെയുള്ള ടോപ്പിക്കിൽ നമുക്ക് ഒരു ലോ കാറ്റഗറി വരുന്ന പോർഷൻസ് ആണ് കൂടുതലും വന്നിട്ടുള്ളത്, ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല, അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 15 മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ 2 അത് പക്ഷെ ഹൈലി ചോദിച്ചിട്ടുള്ള ഒരു പോർഷൻ ആണ്, ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. പ്രത്യേകിച്ച് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, ലോറൻസ് കർവ് അതൊക്കെ നമുക്ക് എന്താണ് ഹൈലി ഈൽഡ് അല്ലെങ്കിൽ ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 16 മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്സും എന്താണ് 8 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. ഡിസംബർ 2025 വരെ നമുക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു സ്ക്യൂനെസിന്റെ പോർഷൻ. അതും നമുക്ക് ഹൈ ഈൽഡ് ടോപ്പിക് ആയിട്ട് പറയാം. ഇത്രയുമാണ് നമ്മളുടെ ഒരു യൂണിറ്റ് വൈസ് വരുന്ന അല്ലെങ്കിൽ ടോപ്പിക് വൈസ് വരുന്ന ഹൈ ഈൽഡും മീഡിയം ഈൽഡും ലോ ഈൽഡും വരുന്ന ടോപ്പിക്സ്. അതിന്റെ ജസ്റ്റ് ഒരു മാപ്പ് പോലെ കൊടുത്തിട്ടിരിക്കുന്നുണ്ട്, ഒരു ബാർ ഡയഗ്രാം പോലെ കാണിച്ചിട്ടുണ്ട് ഏതാണ് എന്താണെന്നുള്ള രീതിയിൽ. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വരുന്നത് യൂണിറ്റ് 5 പോർഷൻ ആണ്, 10 പ്രാവശ്യം വരുന്നത്. അതായത് നമ്മുടെ കളക്ഷൻ ഓഫ് ഡാറ്റ ഇല്ലേ, ആ ഒരു പോർഷൻ ഒക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം ഏറ്റവും ഈ ഒരു അനാലിസിസിന്റെ ബേസിസിൽ നമുക്ക് ടോപ്പ് 5 ആയിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് പോർഷൻ ഏതാന്ന് നോക്കാം അല്ലെ. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള പോർഷൻ ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ GB, അത് യൂണിറ്റ് 15 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 7 ഇതാണ് വരുന്ന ഫ്രീക്വൻസി. അതേപോലെ തന്നെ അരിത്തമെറ്റിക് മീൻ കമ്പ്യൂട്ടേഷൻ യൂണിറ്റ് 10 6 പ്രാവശ്യം. മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ യൂണിറ്റ് 5 5. ഹിസ്റ്റോഗ്രാം ആൻഡ് ഫ്രീക്വൻസി പോളിഗൺ യൂണിറ്റ് 9 5. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് യൂണിറ്റ് 16 5 ടൈംസ് എന്ന രീതിയിലാണ് വരുന്നത്. അപ്പൊ ഇത് ഇത്രയും 5 ടോപ്പിക്സ് ആണ് നമുക്ക് ഏറ്റവും റിപ്പീറ്റഡ്, മോസ്റ്റ് റിപ്പീറ്റഡ് എന്ന രീതിയിൽ പറയാൻ പറ്റുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് CV, അരിത്തമെറ്റിക് മീൻ കമ്പ്യൂട്ടേഷൻ, മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ, ഹിസ്റ്റോഗ്രാം ആൻഡ് ഫ്രീക്വൻസി പോളിഗൺ, കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. ഇത് ഇത്രയുമാണ് മസ്റ്റ് ആയിട്ട് കവർ ചെയ്യാൻ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് 5 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. ഇനി നമുക്കൊരു ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കാം. അതായത് നിങ്ങൾക്ക് ഹൈ പ്രോബബിലിറ്റി വരുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ആണിത്. മെയിൻ ആയിട്ട് വരുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് ഒരു ഓവറോൾ നമ്മുടെ ഒരു സബ്ജക്റ്റിന്റെ ഒരു ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് നമുക്ക് ഇതിനെ പറയാമേ. ഫസ്റ്റ് വൺ മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതിനകത്ത് 2 ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് മെയിൻ ആയിട്ട് വരുന്നത്. ഡിഫൈൻ ദ ടേം സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ദ ബിസിനസ് ആൻഡ് മാനേജ്മെന്റ്. ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, തുടർച്ചയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഡിഫൈൻ ദ ടേം സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ദ ബിസിനസ് ആൻഡ് മാനേജ്മെന്റ്. ദെൻ അതിനകത്ത് വരുന്ന വേറൊരു ടോപ്പിക്കാണ് വാട്ട് ഈസ് ദ ഡിസ്ട്രസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ വിത്ത് ദ റീസൺസ്. ഇത് നമുക്ക് എന്താണ് അങ്ങനെ മോസ്റ്റ് റിപ്പീറ്റഡ് അല്ല, പക്ഷെ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഫസ്റ്റ് വൺ മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്, മസ്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുക. ഇതിന്റെ ആൻസേഴ്സ്, ഫുൾ ആൻസേഴ്സും കാര്യങ്ങളും നിങ്ങളുടെ ആപ്പിലെ ഗൈഡ് ബുക്കിനകത്ത്, ബുക്ക്ലെറ്റിനകത്ത് അവൈലബിൾ ആണ്, അത് നോക്കി പഠിക്കണേ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ദെൻ സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് ഓർഗനൈസിംഗ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ. അതിനകത്ത് മെയിൻ ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിലെ 2 മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ഫസ്റ്റ് വൺ വാട്ട് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ, എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് general steps of statistical survey. Second one, what is sampling, explain different types of sampling methods അല്ലെങ്കിൽ methods of random sampling എന്ന രീതിയിലും ചോദിക്കാം. അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഓർഗനൈസിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേക്കകത്ത് വരുന്നത്. 2ഉം മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. തേർഡ് ടോപ്പിക് കളക്ഷൻ ഓഫ് ഡാറ്റ. കളക്ഷൻ ഓഫ് ഡാറ്റയിലും 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിലെ ഫസ്റ്റ് വൺ മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്, അത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. വാട്ട് ആർ ദ മെറിറ്റ്സ് ലിമിറ്റേഷൻസ് ഓഫ് പ്രൈമറി ഡാറ്റ. അത് നമുക്കൊരു നോർമലി എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനുമാണ് ഈ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അത് മസ്റ്റ് ആയിട്ട് കവർ ചെയ്ത് പോകുക. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. വാട്ട് ആർ ദ മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുമ്പോഴത്തെ മെറിറ്റ്സും ഡിമെറിറ്റ്സും അറിയാലോ. പിന്നെ
അടുത്ത് വരുന്നത് ഡിസ്ക്രൈബ് ദ മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് കളക്ടിങ് ഡാറ്റ ത്രൂ ക്വസ്റ്റ്യനേഴ്സ് വഴി എടുക്കുമ്പോഴത്തെ മെറിറ്റ്സും ലിമിറ്റേഷൻസും കൊടുക്കാൻ. അത് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ അധികം കാണുന്നില്ല. ഫസ്റ്റ് വൺ ആണ് മോസ്റ്റ് റിപ്പീറ്റഡ്, അത് പ്രത്യേകം നോക്കിക്കോണേ. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് മീൻ ആണ്. അതിനകത്തും 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് വൺ മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ഫസ്റ്റ് വൺ കാൽക്കുലേറ്റ് ദ അരിത്മെറ്റിക് മീൻ ഫ്രം ദ ഗിവൺ ഗ്രൂപ്പ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് അരിത്മെറ്റിക് മീൻ ആൻഡ് റിക്വസിറ്റ്സ് ഓഫ് ആൻ ഐഡിയൽ ആവറേജ്. ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കിൽ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷന്റെ 2 ആണ് പറയുന്നത്. അതിനകത്ത് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഫ്രം ദ ഗിവൺ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ കമ്പൈൻഡ് മീൻ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 2 ഗ്രൂപ്പ്സ് ടേക്കൻ ടുഗദർ. സ്റ്റേറ്റ് വിച്ച് ഗ്രൂപ്പ് ഈസ് മോർ ഇക്വിറ്റബിൾ. ഇത് 2 ഇമ്പോർട്ടന്റ് ആണ്, മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ദെൻ മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസിനകത്തും 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. കാൽക്കുലേറ്റ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഫ്രം ദ ഗിവൺ ഡാറ്റ. കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിൽ നിന്ന് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സ്ക്യൂനെസ്, എക്സ്പ്ലെയിൻ ദ ടെസ്റ്റ് ഓഫ് സ്ക്യൂനെസ്. സ്ക്യൂനെസിന്റെ ടെസ്റ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം. അതിന്റെ പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള ഡിഫറൻസ് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കൊടുക്കുകയും വേണം. 2 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ആക്യുറസി, അപ്രോക്സിമേഷൻ ആൻഡ് എറേഴ്സ്. അതിൽ നമുക്ക് നോർമലി ഒരു ക്വസ്റ്റ്യൻ ആണ് എടുക്കാൻ പറ്റുക. അത് റിപ്പീറ്റഡ് ആയിട്ടല്ല, പക്ഷെ നമുക്ക് ഒരു ജനറൽ ആയിട്ട് റിവിഷനിൽ പഠിച്ചു പോകേണ്ടതാണ്. വാട്ട് ഡു യു മീൻ ബൈ സ്റ്റാറ്റിസ്റ്റിക്കൽ എറേഴ്സ്? വാട്ട് ഡു ദേ ഡിഫർ ഫ്രം മിസ്റ്റേക്സ്? എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. ഇത് ഇത്രയുമാണ് മെയിൻ ആയിട്ട് വരുന്നത്. ദെൻ റേഷ്യോസ്, പെർസെന്റേജ് ആൻഡ് റേറ്റ്സിന്റെ പോർഷനിൽ നിന്നും ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അണ്ടർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെറിവേറ്റീവ്സ് എക്സ്പ്ലെയിൻ meaning of ratio, percentage and rate. Discuss the different types of ratios used in statistical work. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയുടെ പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ആ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. വാട്ട് യു മീൻ ബൈ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ? ക്ലാസിഫിക്കേഷൻ ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മീൻ ചെയ്യുന്നത്? അതേപോലെ തന്നെ സ്റ്റേറ്റ് വേരിയസ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷന്റെ വേരിയസ് ടൈപ്സും അതേപോലെ തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സും എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതൊരു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ പോലെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്, മസ്റ്റ് ആയിട്ട് കവർ ചെയ്തോണേ. ടാബുലാർ പ്രസന്റേഷൻ. ടാബുലാർ പ്രസന്റേഷനിൽ നിന്ന് ഒരു പോർഷൻ ആണ് എക്സ്പ്ലെയിൻ റെക്വിസിറ്റ്സ് ഓഫ് എ ഗുഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ. ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ടാബുലേഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അത്ര വലിയ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. ജസ്റ്റ് കവർ ചെയ്ത് പോവുക. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല, പക്ഷെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒത്തിരിയും പ്രാവശ്യമല്ല, നമ്മളൊരു ലോ റേഞ്ച് മീഡിയം റേഞ്ച് രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഓക്കെ, ഇത് ഇത്രയുമാണ് നമ്മളുടെ ഒരു ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു റിവിഷൻ എന്ന രീതിയിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് കവർ ചെയ്യുക. ലാസ്റ്റ് മിനിറ്റ് കവർ ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ട് കവർ ചെയ്യേണ്ട കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ ഈ ഒരു ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിൽ പറഞ്ഞത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ പോലെ ഒരു പ്രഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്, ഒരു 2 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ജസ്റ്റ് ഈ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യന്റെ ഒക്കെ ബേസിൽ, പോർഷന്റെ ബേസിസിൽ നമ്മൾ ഒരു 2 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ എന്താണ് വരാൻ ചാൻസ് ഉള്ളത് എന്ന രീതി. 2 ഫുൾ മോക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് പറയുന്നത്. ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഫുൾ ഇതിന്റെ ഈ സെയിം ക്വസ്റ്റ്യൻസിന്റെ വർക്ക് ആൻസേഴ്സ് നിങ്ങളുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്, ബുക്ക്ലെറ്റിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് മാത്രമാണ് അനലൈസ് ചെയ്ത് പോകുന്നത്. ജസ്റ്റ് ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് എയിൽ ഹൈലി പ്രോബബിലിറ്റി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിനകത്ത് നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് നോർമൽ മുമ്പേ പറഞ്ഞ പോലെ 2 മണിക്കൂറിന്റെ ക്വസ്റ്റ്യൻ ആണ്. അറ്റംപ്റ്റ് 25 എന്ന് പറയുന്നുണ്ട്, 10 മാർക്ക് എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 7-8 ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും 5 എണ്ണം, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയാവുന്ന 5 എണ്ണം അറ്റൻഡ് ചെയ്യുക. ആദ്യം തന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് വേണം നമ്മൾ ആൻസർ ചെയ്ത്. അവരതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, കറക്റ്റ് എത്ര എണ്ണമാണ്, എത്ര എണ്ണത്തെ ആണ് ചെയ്യേണ്ടത്, എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് പ്രോപ്പറായിട്ട് നോക്കി വേണം ചെയ്യാനേ. ഫസ്റ്റ് നോക്കാം, ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക് ഇൻ ബോത്ത് സെൻസ് ആൻഡ് ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ മോഡേൺ ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് ഡിസിഷൻസ്. ഇച്ചിരി പ്രാക്ടിക്കൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇപ്പോഴത്തെ ഒരു കറണ്ട് ഒരു കേസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ആൻസർ ചെയ്യേണ്ട ഒരു കേസാണ്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, അതനുസരിച്ച് ആൻസർ ചെയ്യുക കേട്ടോ. Second question, explain the various methods of collecting primary data. Compare any 2 methods on the basis of cost, accuracy and reach.
അതായത് നമ്മൾ എന്ത് ചെയ്യണം, പ്രൈമറി ഡാറ്റ കളക്ടിങ്ങിന്റെ മെത്തേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം. അതുപോലെ അതിൽ നിന്ന് നമ്മൾ രണ്ടെണ്ണം നമുക്ക് ചൂസ് ചെയ്യാം. ഏതെങ്കിലും രണ്ട് മെത്തേഡ് എടുത്തിട്ട് അതിനെ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. പക്ഷെ അത് എന്തിന്റെ ബേസിലാന്ന് പറയുന്നുണ്ട്, കോസ്റ്റ്, ആക്യുറസി, റീച്ച്, ഈ മൂന്ന് ബേസിസിൽ അതിനെ കമ്പയർ ചെയ്യുക. 10 മാർക്സ് എന്ന രീതിയിൽ. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ? സ്റ്റേറ്റ് ദ മെത്തേഡ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ വിത്ത് വൺ എക്സാമ്പിൾ ഓഫ് ഈച്ച്. അത് മുമ്പേ പറഞ്ഞല്ലോ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്താണേലും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും ഉറപ്പാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഡാറ്റയുടെ പോർഷനിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, പ്രൈമറി ഡാറ്റയുടെ പോർഷനും അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് ദ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഇതിൽ നിന്ന് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കണം. ക്ലാസ് 0 to 10 ഫ്രീക്വൻസി 8 ആണ്. 10 to 20 14, 20 to 30 22, 30 to 40 24, 40 to 50 18, 50 to 60 10, 60 to 70 4. നമുക്ക് ക്ലാസ്സും തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അതിന്റെ ബേസിസിൽ എന്ത് ചെയ്യണം, അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കണം. ദെൻ ഫിഫ്ത് ക്വസ്റ്റ്യൻ, ഡ്രോ എ ഹിസ്റ്റോഗ്രാം ആൻഡ് ഫ്രീക്വൻസി പോളിഗൺ ഫോർ ദ ഫോളോയിങ് ഡാറ്റ. നമ്മൾ എന്ത് ചെയ്യണം, ഹിസ്റ്റോഗ്രാമും ഫ്രീക്വൻസി പോളിഗണും ഡ്രോ ചെയ്യണം. അതിനുള്ള ഡാറ്റ പറഞ്ഞിട്ടുണ്ട്. മാർക്കും ഫ്രീക്വൻസിയാണ് കൊടുത്തിരിക്കുന്നത്. മാർക്ക് 0 to 10 5, 10 to 20 12, 20 to 30 28, 30 to 40 35, 40 to 50 22, 50 to 60 10 എന്ന രീതിയിലാണ് നമ്മളുടെ ഡാറ്റ കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ നോക്കാം. മാർക്കും നമ്മളുടെ ഫ്രീക്വൻസിയും കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഹിസ്റ്റോഗ്രാമും ഫ്രീക്വൻസി പോളിഗണും കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ. സിക്സ്ത് ക്വസ്റ്റ്യൻ, അതും ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഫ്രം ദ ഫോളോയിങ്. ക്ലാസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ക്ലാസ് നോക്കുക. 10 to 20 ഫ്രീക്വൻസി വരുന്നത് 10 ആണ്. 20 to 30 18, 30 to 40 32, 40 to 50 40, 50 to 60 22, 60 to 70 80. ഇത് ഇത്രയുമാണ് ക്ലാസ് ഫ്രീക്വൻസിയും തന്നിട്ടുള്ളത്. അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനും കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പൊ തന്നെ 3 പ്രോബ്ലം ആയേ ക്വസ്റ്റ്യൻ. ഓർത്തോണേ, അപ്പൊ എത്രത്തോളം രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതെന്ന്. ദെൻ നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ നോക്കുക. 7th ക്വസ്റ്റ്യനിൽ കാൾ പിയേഴ്സൺസ് ഓഫ് കോഎഫിഷ്യന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഗീവൺ മീൻ 45.2, മോഡ് 41.0, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 6.5. ഇന്റർപ്രറ്റ് ദ റിസൾട്ട്. നമുക്ക് മീനും മോഡും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അത് ഇച്ചിരി കൂടെ മറ്റേനെക്കാട്ടും പെട്ടെന്ന് ഇക്വേഷൻ അറിയാമെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വെറുതെ ആൻസർ മാത്രം കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല, റിസൾട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്യണം. സ്ക്യൂനെസിന്റെ എത്രയാണോ കിട്ടുന്നത് അതിന്റെ ബേസിൽ അതെന്താണ്, ഗുഡ് ആണോ ബാഡ് ആണോ, അല്ലെങ്കിൽ എന്താണ് വരുന്നത്, അതിന്റെ റിസൾട്ട് എന്താണ്, അതുകൊണ്ടുള്ള എഫക്ട് എന്താണെന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് ഇന്റർപ്രിട്ടേഷനും കൂടെ എഴുതി വെക്കണം. എങ്കിൽ മാത്രമേ അത് ഫുൾ മാർക്ക് ആകത്തുള്ളൂ കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി ടു ഓഫ് ദ ഫോളോയിങ്. നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഏതെങ്കിലും 2 എണ്ണം നമ്മൾ ഷോർട്ട് നോട്ട്സ് ചെയ്യുക. ക്വാർട്ടൈൽ ഡീവിയേഷൻ, പൈ ഡയഗ്രാം, പ്രോപ്പർട്ടീസ് ഓഫ് അരിത്തമെറ്റിക് മീൻ. ഇതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയാവുന്ന നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഷോർട്ട് നോട്ട്സ് എഴുതുക. 5 മാർക്ക് വെച്ച് 2 എന്നരിക്കും. ഓക്കെ, നമുക്ക് സെറ്റ് ബി നോക്കാം. അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അതും 2 hours attempt 5 എന്നും ഒക്കെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ? എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ കണ്ടക്ടിങ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ. Second question, what is sampling? Explain the various probability sampling methods with examples. Third question, distinguish between primary and secondary data. Discuss the merits and limitations of secondary data. Then question number 4 പറയുന്നത്, calculate the median from the following group to frequency distribution. അതിനകത്ത് ക്ലാസ് ഓഫ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ക്ലാസ് വരുന്നത് 0 to 10 5, 10 to 20 12, 20 to 30 20, 30 to 40 28, 40 to 50 15, 50 to 60 10, 60 to 70 5. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഒരു പ്രോബ്ലം ആണ്. കാൽക്കുലേറ്റ് ദ മോഡ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. നമ്മൾ എന്ത് ചെയ്യണം, മോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലാസും ഫ്രീക്വൻസിയും തരുന്നുണ്ട്. 0 to 10 3, 10 to 20 8, 20 to 30 15, 30 to 40 24, 40 to 50 16, 50 to 60 10, 60 to 70 4. Then 6th question വരുന്നത്, explain the meaning of geometric mean and harmonic mean.
ഗീവ് വൺ ന്യൂമറിക്കൽ എക്സാമ്പിൾ ഓഫ് ഈച്ച്. ജോമെട്രിക് മീനും ഹാർമോണിക് മീനും എഴുതുക മാത്രമല്ല അതിനൊരു ന്യൂമറിക്കൽ എക്സാമ്പിളും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതും കൊടുക്കണം. എങ്കിൽ മാത്രമേ ആൻസർ കംപ്ലീറ്റ് ആകത്തുള്ളൂ. സെവൻത് ക്വസ്റ്റ്യൻ വരുന്നത് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഓഫ് ടു ഗ്രൂപ്പ്സ് ഫൈൻഡ് കമ്പൈൻഡ് മീൻ ആൻഡ് കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം പറയുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? കമ്പൈൻഡ് മീനും കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കുക. ഗ്രൂപ്പ് 1-നകത്ത് n വരുന്നത് 40, മീൻ 55, അടുത്തത് 5ഉമാണ് വരുന്നത്. അതിനകത്ത് ജസ്റ്റ് ഗ്രൂപ്പ് 2-വില് n 60-യും മീൻ 48, ഡീവിയേഷൻ്റെത് 7ഉം പറയുന്നുണ്ട്. കമന്റ് ഓൺ വിച്ച് ഗ്രൂപ്പ് ഈസ് മോർ ഇക്വിറ്റബിൾ. ഏതാണ് നമുക്ക് കൂടുതൽ ഇക്വിറ്റബിൾ എന്ന് നമ്മൾ കമന്റ് ചെയ്യുകയും വേണേ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യനകത്ത് വരുന്നത് ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ എനി ടു. രണ്ടെണ്ണം തമ്മിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുക. അതായത് നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്: ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ, ഹിസ്റ്റോഗ്രാം ആൻഡ് ബാർ ഡയഗ്രാം, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സ്ക്യൂനെസ്. ഇതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയാവുന്ന 2 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? ഡിസ്റ്റിങ്ക്വിഷ്, ഡിഫറൻസ്, കമ്പാരിസൺ എഴുതുക എന്നുള്ള രീതി. ഇതിനകത്ത് 8 ക്വസ്റ്റ്യൻ ആണ്. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയാവുന്ന 5 ആൻസർ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിനെ മെയിൻ ആയിട്ട് ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വേണം, അല്ലെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് ബെസ്റ്റ് ആയിട്ട് അറിയാവുന്ന നോക്കി ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കണേ. ചുമ്മാതെ എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ അവർ ഇഷ്ടമുള്ളത് മാർക്ക് എടുക്കത്തില്ല. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയാവുന്ന 5 ആൻസർ ചെയ്യുക. അത് നോക്കുക. ഇനി നമുക്ക് ഇതിന്റെ ഒരു ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് നോക്കാം, അല്ലെങ്കിൽ ഹൈ ലെവൽ ഫ്രെയിംവർക്ക് വെച്ചിട്ട് എങ്ങനെ എഴുതണം എന്താന്നുള്ളത് നോക്കാം. മെയിൻ ആയിട്ട് നമ്മൾ എഴുതി വരുമ്പോൾ, ഒരു ക്വസ്റ്റ്യൻ എഴുതി വരുമ്പോൾ ഇതൊരു 20 മാർക്സിന്റെ ഒരു രീതിയാണ് പറയുന്നത്. 20 മാർക്സ് ആണ് 500 to 600 ആണ് എഴുതേണ്ടത്. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മുടെ 10 മാർക്സ് വരുമ്പോൾ ഇതിനെ നേരെ ഹാഫ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുക കേട്ടോ. 252 എന്ന രീതിയിൽ നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ്. 250 to 300 എന്ന രീതിയിൽ 10 മാർക്സ് ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും എന്ന രീതിയിൽ. ഫസ്റ്റ് വൺ നമ്മളൊരു ഇൻട്രോ കൊടുക്കണം. ജസ്റ്റ് ഒരു അതെന്താണ്, എന്തിനെ കുറിച്ചാണെന്നുള്ളത് ജസ്റ്റ് ഒരു ഇൻട്രോ കൊടുക്കുക. ദെൻ അതിന് ശേഷം വേണം നമ്മളൊരു ബോഡി പാർട്ട്, എന്താണ് മെയിൻ കണ്ടന്റ് എന്നും, അത് കഴിഞ്ഞിട്ട് ഒരു കൺക്ലൂഷൻ പോലെ ലാസ്റ്റ് സോ ആസ് ഫ്രം ദ എബോ, അല്ലെങ്കിൽ ഇങ്ങനൊക്കെ ആയതുകൊണ്ട് എന്ന രീതിയിലൊക്കെ ഒന്നൊരു ഇത് കൊടുത്തിട്ട് നമ്മളൊരു കൺക്ലൂഡ് ചെയ്യുന്ന പോലെ ആ രീതിയിൽ വേണം നമ്മുടെ ആൻസേഴ്സ് കഴിവതും പ്രസന്റ് ചെയ്യും. പ്രത്യേകിച്ച് തിയറിയിൽ നമ്മൾ ഒരു ഇൻട്രോ, ബോഡി, കൺക്ലൂഷൻ. അതുപോലെ തന്നെ നിങ്ങൾ പ്രോബ്ലംസ് ആണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം അത് എന്തൊക്കെയാ ക്വസ്റ്റ്യൻസിനകത്ത് തന്നിരിക്കുന്നതെന്ന് എടുത്തെഴുതുക. എന്നിട്ട് ഇക്വേഷനും കാര്യങ്ങളും എല്ലാം ചെയ്ത്, അല്ലെങ്കിൽ കോളം വരയ്ക്കാനാണെങ്കിൽ അത് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഒരു ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതും സ്കോർ ചെയ്യാൻ നല്ലത് കേട്ടോ. നമുക്കൊരു നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ആൻസറിനെ. സ്ട്രക്ചറിങ് തിയറി അല്ലെങ്കിൽ ഡിസ്കഷൻ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ തിയറി ബേസ്ഡ് ആൻസേഴ്സ് ആണെങ്കിൽ കൂടുതലും ചോദിക്കുന്നത് ഡിഫൈൻ ദ തിയറി ക്ലിയർലി എന്ന് പറഞ്ഞാൽ ഹൂ, വെൻ, വാട്ട് എന്ന രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോർ കമ്പോണൻസ്, നമ്മുടെ XLM-ലുള്ള ടെർമിനോളജീസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് കൂടുതലായിട്ട് നമ്മൾ മെയിൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് എന്ന രീതിയിലും ലിമിറ്റേഷൻസും ക്രിറ്റിസിസംസും അങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്രസ് ചെയ്ത് അതിനെ ഒന്ന് നല്ല രീതിയിൽ തിയറി പ്രസന്റ് ചെയ്യാൻ നോക്കുക. അതായത് മോഡേൺ പ്രാക്ടീസും കാര്യങ്ങളും, നിലവിൽ എന്തെങ്കിലും മോഡേൺ ആയിട്ട് അല്ലെങ്കിൽ കറന്റ്ലി ഉള്ള എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാസ് ഉണ്ടെങ്കിൽ അതുകൂടി വെച്ചിട്ടൊക്കെ ആ തിയറിയെ കൂടുതൽ നമുക്ക് അതിനെ എത്രത്തോളം നമ്മൾ അതിനെ ആഴമായിട്ട് അറിയുന്നു എന്ന് എഫക്ട് ചെയ്യിക്കുക നമ്മുടെ ആൻസറിനകത്ത്. ദെൻ പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്കറിയാലോ, ഡിസ്കസ് ആൻഡ് എക്സ്പ്ലെയിൻ എന്ന രീതിയിലാണ്. ആ ഡിസ്കസും എക്സ്പ്ലെയിനും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട്. ഡിസ്കസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അതിനകത്തെ ഗുണവും ദോഷവും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഓവറോൾ അത് എങ്ങനെയുണ്ട് എന്ന രീതിയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ ബാലൻസ് ആയിട്ട് പറയുക. എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഒരു ക്വസ്റ്റ്യനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട്, വെറുതെ ജനറൽ ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ ഓരോ പോയിന്റ്സും ഓരോ കമ്പോണൻസും കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് പറയണം. അതിനാണ് എക്സ്പ്ലെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ആ 2 വാക്കുകൾ തമ്മിൽ ക്വസ്റ്റ്യനകത്ത് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിസ്കസ് എന്നെങ്കിൽ ഒരു ജനറൽ ആയിട്ട് നമ്മൾ ഒരു ബാലൻസ്ഡ് അനാലിസിസും, എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിയുമാണ് മെയിൻ ആയിട്ട് ആ ക്വസ്റ്റ്യനകത്ത് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടൈം മാനേജ്മെന്റ്, കറക്റ്റ് ഉള്ള നമ്മുടെ ഒരു പ്രോപ്പർ ടൈം മാനേജ്മെന്റ് നോക്കാം. നമുക്ക് നോർമലി ഉള്ള മണിക്കൂറിൽ ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമ്മൾ എന്താണേലും എന്ത് ചെയ്യുക, മോസ്റ്റ് കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി വായിക്കാൻ വേണ്ടി എടുക്കുക. 30 മിനിറ്റ്സ് നമ്മളുടെ ആ ഒരു ഇൻട്രൊഡക്ഷന്, ബോഡി പാർട്ട്, അതൊക്കെ കൺക്ലൂഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിനും പോയിന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് എഴുതുന്നതിനും എടുത്ത്
ലാസ്റ്റ് ഒരു 6 മിനിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റിവ്യൂ ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ക്ലാരിറ്റി ഒക്കെ മീൻസ് എന്തെങ്കിലും വേർഡോ കറക്ഷൻസോ ക്ലാരിറ്റി എന്തെങ്കിലും വരുത്താനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ലാസ്റ്റ് 15 മിനിറ്റ്സ് എന്ന് പറയുന്നത് കറക്ഷന് വേണ്ടിയല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പേഴ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും മാറിപ്പോയേക്കുന്നോ ക്വസ്റ്റ്യൻ നമ്പർ ഇടാതോ തെറ്റിയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു റിവ്യൂ ആണ് ലാസ്റ്റ് 15 മിനിറ്റ്സ് നോക്കേണ്ടത്. അതിന് മുമ്പ് ഓരോ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തതിനു ശേഷം ആ എഴുതിയത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് അന്നേരം റിവ്യൂ ചെയ്ത് നോക്കുക. അതായത് ആൻസറിൽ ദെൻ ഓവറോൾ ഉള്ള എന്തെങ്കിലും നമ്മുടെ എൻറോൾമെന്റ് നമ്പറിനകത്ത് തെറ്റോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പറിനകത്തോ ക്വസ്റ്റ്യൻ നമ്പർ മിസ്സാകോ അല്ലെങ്കിൽ മാറ്റിയിടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ മാർക്ക് ചെയ്യാൻ വിട്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ലാസ്റ്റ് 15 മിനിറ്റ്സിൽ നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇതിന്റെ എല്ലാം ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മുടെ സെറ്റ് എയും സെറ്റ് ബിയുടെയും പ്രാക്ടീസ് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എല്ലാം ആൻസർ ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. PYQന്റെ ബുക്ക്ലെറ്റ് നിങ്ങളുടെ ആപ്പിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്, അത് നോക്കുക. അപ്പൊ നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ട് ഒരു ഗൈഡൻസും ആൻസർ പ്രസന്റേഷനും എക്സാം സ്ട്രാറ്റജി എല്ലാം നിങ്ങൾക്ക് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ വെൻഡേഴ്സും അല്ലെങ്കിൽ LSEസും ഒക്കെ കൂടെ ഉണ്ട്. അപ്പൊ കൂടുതൽ അസിസ്റ്റൻസ് എടുക്കാം. പിന്നെ അഡീഷണൽ ആയിട്ട് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ ബാങ്ക്സും എല്ലാം കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് പഠിക്കുക. ഇനി ലേൺവേസിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നമ്പേഴ്സും കാര്യങ്ങളും എല്ലാം നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, കണക്ട് ചെയ്താൽ മതി. ഓൾറെഡി ഔട്ട്സൈഡ് ഉള്ള ലേണേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് വേണമെങ്കിൽ ആൻസർ സ്ക്രിപ്റ്റും എല്ലാം നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ, വെച്ച് പഠിക്കാം, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ലേൺവേസിനുള്ളിൽ അല്ലെങ്കിൽ ലേൺവേസിന്റെ ലേണേഴ്സിന് ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് എയുടെയും സെറ്റ് ബിയുടെയും ഫുൾ വർക്ക് ആൻസേഴ്സ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ PYQന്റെ ബുക്ക്ലെറ്റ്സും ബ്ലൂ പ്രിന്റ്സ് ആൻസറിന്റെ ബ്ലൂ പ്രിന്റ്സും എല്ലാം എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ഇതും ആപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് അത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് പഠിച്ചു തന്നെ പോവുക. എക്സ്ട്രാ ഹൈ പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ബാങ്കും ലേറ്റസ്റ്റ് സെഷന്റെ എല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ട്രക്ചേർഡ് ഗൈഡൻസ് നമുക്ക് പ്രസന്റ് ചെയ്യാനും സ്കോർ ചെയ്യാനുള്ള ഗൈഡൻസ് എല്ലാം ഉണ്ട്. മെന്റർ സപ്പോർട്ട് ഞാൻ മുമ്പ് പറഞ്ഞില്ല, എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു മെന്റർ സപ്പോർട്ട് എക്സാമിന് മുമ്പ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ ലേണേഴ്സ് വൈസിന് അഡ്വൈസ് ലേണിംഗ് എക്കോസിസ്റ്റം ഉണ്ട്, അതും നിങ്ങൾക്ക് ആക്സസ് ചെയ്ത് നിങ്ങളുടെ പഠിത്തം ഏറ്റവും സ്മൂത്ത് ആയിട്ട് ഏറ്റവും കൂളായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. യാതൊരു ടെൻഷനും ഇല്ല, നമുക്ക് കൂളായിട്ട് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ടെൻഷൻ അവോയ്ഡ് ചെയ്യുക, പാനിക് ആകാതെ കൂളായിട്ടിരിക്കുക. ഇതിനകത്ത് ജോയിൻ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്, ഇതിനകത്തൊന്ന് കണക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്ത് അസിസ്റ്റൻസും കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് നല്ലൊരു എക്സാം ആയിട്ട് ഏറ്റവും ഹാപ്പി ആയിട്ട് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. എല്ലാവരും നല്ല റിസൾട്ട് കിട്ടുക, അത്യാവശ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പോവുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.